വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രാർത്ഥന പ്രകാശ്. ഞാൻ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. 10ാം ക്ലാസ്സിൽ എക്സാം ഒക്കെ ആയിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഫിനിഷ്ഡ്. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞിട്ട് ഫ്രീ ആയപ്പോഴത്തേക്ക് ചേച്ചി നേരെ പഠിക്കാൻ കയറി. ചേച്ചിക്ക് എക്സാമാണ്, സെമ്മാണെന്ന് തോന്നുന്നു. സെമ്മാണ് ചേച്ചി. അപ്പോഴത്തേക്ക് ചേച്ചി അതിന് സ്റ്റഡി ലീവ് ആയിട്ട് ചേച്ചി നിന്ന് പഠിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തുന്ന പിന്നെ ചേച്ചിക്ക് ഞാൻ ചേച്ചിയുടെ നല്ലൊരു അനിയത്തിയാവാമെന്ന് എൻ്റെ ഒരു നല്ല മനസ്സായതുകൊണ്ട് ഞാൻ ചേച്ചി പറയണൊക്കെ കേട്ട് ചേച്ചി ഇപ്പോൾ ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ചേച്ചി പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ 24 മണിക്കൂർ ഞാൻ ചേച്ചി പറയുന്നത് കേൾക്കാൻ പോവുകയാണ് ഗൈസ്. ഒരു നല്ല അനിയത്തിയാവാൻ പോവുകയാണ്. എന്നെ കണ്ട് നിങ്ങളെല്ലാവരും പഠിക്കണം ഗൈസ്. നിങ്ങളൊരു അനിയത്തിയാണെങ്കിൽ എന്നെ കണ്ട് പഠിക്കണം. ഇപ്പോൾ ചേച്ചി പഠിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. പഠിക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മച്ചി കിടന്നു തുടങ്ങി. ഇന്നലെ ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോയി ഗൈസ്. എമ്പുരാൻ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം ഗൈസ്, ചേച്ചിക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി കുട്ടാ, ചേച്ചി ഒരു യൂട്യൂബ് റീൽസ് ഒക്കെ പിടിച്ചിട്ട് ഒരുങ്ങിയിരിക്കുക അല്ലേ ചേച്ചി? ഞാൻ എന്നിട്ട് നിനക്ക് നീ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. 3 അതിന് എഴുതണം, ആലോചിച്ചോണ്ടിരിക്കുക. നീ ഇതിന്റെ യോയോ ഒക്കെ നീ അല്ലേ കണ്ടന്റ് പറഞ്ഞ? ഞാനാണോ പറഞ്ഞല്ലോ? ബട്ട് ഇത്രയൊന്നും പറയാൻ പാടില്ല കുട്ടിയെ. ഞാനൊരു അനിയത്തിയാണ്. അനിയത്തി നീ ഒരു അസിസ്റ്റന്റ് ആകുന്നുണ്ട്. അത് ഞാൻ പേഴ്സണൽ അസിസ്റ്റന്റ് ആവാൻ പോവുകയാണ് ചേച്ചിയുടെ. എനിക്ക് മാസ വരുമാനം 50,000 രൂപ ചേച്ചി തരും. പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ജോലിയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ആ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് വരുമാനം തരണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. അപ്പോഴത്തേക്ക് ചേച്ചി എന്തായാലും തരും ഗൈസ്, കാരണം എൻ്റെ ചേച്ചിയാണ്. ചേച്ചി എന്തൊക്കെയാണ് ഗൈസ് ചേച്ചി എഴുതി കൂട്ടി വെച്ചത്? ആദ്യം എനിക്ക് വെള്ളം എടുത്തിട്ടോ ഡാൻസ് പിടിച്ച് വീഡിയോ അടിച്ച് മടുത്തുപോയി. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ചേച്ചിക്ക് വെള്ളം എടുത്തോണ്ട് വരണമെന്ന് ചേച്ചി ഇപ്പോൾ പറഞ്ഞേക്കുന്ന ആദ്യത്തെ വർക്ക് വെള്ളം എടുത്തോണ്ട് വരാനാണ് ഗൈസ്. നമുക്ക് വെള്ളം എടുത്തോണ്ട് വരാം. ഇറ്റ്സ് എ സിമ്പിൾ ജോബ് യുനോ. നമുക്ക് ഇതൊക്കെ ഈസി പീസി ലെമൺ ഓഫ് ചൂസി ആയിട്ട് ചെയ്യാം. കാരണം വെള്ളം എടുക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയ പാടുള്ള കാര്യമൊന്നും അല്ല. ഇങ്ങനെ ജസ്റ്റ് കഴുകുക, കപ്പ് കഴുകുക, അത് കഴിഞ്ഞിട്ട് വെള്ളം എടുത്ത് ഒഴിക്കുക. ഇത്രയും ചെയ്യുന്നത് ഇറ്റ്സ് എ സിമ്പിൾ തിങ്. എടുത്തുകൊണ്ട് വരികയാണ് ചേച്ചിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ആദ്യത്തെ വർക്ക് നമ്മൾ ഡൺ ചെയ്തു ഗൈസ്. നമ്മൾ ശരിക്കും വെള്ളം എടുത്ത് കൊടുക്കുന്നു ഗൈസ്. ഹിയർ സിസ്റ്റർ. ഇതന്നെ ഫുൾ വെള്ളം ഇല്ലാത്ത. അപ്പൊ നമ്മൾ വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കണ്ടു കാണും. വെള്ളം എടുത്തോണ്ട് വരിക എന്ന് മാത്രമാണ് ചേച്ചി പറഞ്ഞത്, അല്ല മുഴുവൻ വെള്ളം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞില്ല. ശരി. ആദ്യത്തെ വർക്ക്. അപ്പൊ ആദ്യത്തെ ശമ്പളം കട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ വെള്ളം എടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ കുറച്ച് വെള്ളം എടുത്തു, ഒരു കപ്പ് ഫുൾ വെള്ളമാണ് എടുത്തിട്ട് വരുന്നത്. അതിന് പകരം അപ്പൊ ആദ്യം ചായ ഉണ്ടാക്കുക. ഇല്ല, എനിക്ക് ചായ ഉണ്ടാക്കുക എന്ന് പറയണേ. പിന്നെ എനിക്ക് അമ്മച്ചിയുടെ റൂം മുഴുവൻ തുണിയെല്ലാം മടക്കി വെക്കുക. ഇല്ല, അതിനില്ലാത്ത എന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് തരണം. നമ്മള് ബ്രേക്ക് ബീറ്റ് ചെയ്ത് കളിക്കുന്നത്. എന്റെ ലാസ്റ്റ് യൂട്യൂബിലൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്യണ്ട, അത് നീ എഡിറ്റ് ചെയ്യണം. എഡിറ്റിൽ സാരമില്ല, ആ എഡിറ്റ് ചെയ്യണ കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ, ഫണ്ണി സോങ്സ് ഒക്കെ, അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കണം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? പിന്നെ ഡിന്നറൊക്കെ തന്നെ എടുത്തത്. അത് നമ്മളെ അമ്മ അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞ കേൾക്കാന്ന് പറഞ്ഞേ. ഞാൻ എല്ലാം പറഞ്ഞോണ്ട് കേൾക്കാന്ന് പറഞ്ഞേ. എന്റെ ഡിന്നർ എടുത്ത് വെക്കുക. ഡിന്നർ എടുത്ത് വെക്കുക. ഇതിന് ഞാൻ വില്ലത്തി പോരാമേ. വില്ലത്തി ഗൈസ്. തല മസാജ് ചെയ്ത് എനിക്ക് ഓർക്കാൻ പറയാം. മസാജ് ചെയ്തു. മസാജ് ഓക്കെ, ബിക്കോസ് ഐ എം ഗുഡ് അറ്റ് മസാജ്. ഇപ്പൊ മസാജ് ചെയ്യാം. ഇങ്ങനെ മസാജ് ചെയ്യാം. അങ്ങനെ മേടിക്കണോ? കണ്ട ഗൈസ്, എന്റെ മസാജ് ചേച്ചി ഉറങ്ങിപ്പോയി. പിന്നെ എന്തൊക്കെ ചെയ്യണ്ടേ? ഇത് ഇത്ര ഉള്ളു ചെയ്യണ്ടേ? ഇത്രയാണോ ചെയ്യണ്ടേ? ഹെഡ് മസാജിങ്, റീഡ് 10 pages ഓഫ് ബുക്ക്. ഇന്നൊരു ബുക്ക് 10 പേജ് വായിക്കണം. ഓക്കെ, ബാലരം എടുക്കട്ടെ. അതിന് ചായ ഇട്ടോ? നീ ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് ഇവിടെ വെട്ടും. ഗൈസ്, നമുക്കപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് പോകാം. ആദ്യം തന്നെ ചേച്ചി നമ്മളോട് പറയുന്നത് ചായ ഉണ്ടാക്കാനാണ്. ഇതൊക്കെ നമുക്കൊരു ചലഞ്ചായിട്ട് എടുക്കണം എന്നില്ല, കാരണം ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കുന്നത് ഇറ്റ്സ് എ സിമ്പിൾ മാറ്റർ ടു മീ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചായ അച്ചാപ്പി ചേച്ചിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും.
കുഞ്ഞുട്ടിനെ സഹായിക്കല്ലേ? എവിടെ നിന്ന് കയറി വരുന്നു? എനിക്ക് എവിടെ തുടങ്ങാം? ഓ മൈ ഗോഡ്. അച്ഛയുടെ ഹെൽപ്പ് ചെയ്യരുത്. ഇവൾക്ക് ഞാൻ കൊടുത്തേക്കുന്ന വാക്സ് ആണിത്. വാക്സോ? വാക്സ് ജോലി. ചക്ക തോള വേണം. തോളയിലോ? ചക്ക തോളെ വീണു ഗൈസ് അച്ഛടെ. ഞങ്ങൾ പിന്നെ ചിരഞ്ജീവികളായിട്ട് ഒരു പ്രശ്നമില്ല ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മള് ചായ ഉണ്ടാക്കാൻ ഈ ക്യാമറ ഞാൻ എവിടെ വെക്കാം? ഇതെന്നത് പഠിക്കുന്നതാണ്. ചിരഞ്ജീവ 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 ചായ ഉണ്ടാക്കാതെ കുഞ്ഞിനും പഠിപ്പിച്ചു തരും. ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ പഠിച്ചു തരും നിങ്ങളെല്ലാവരെയും. ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു കുഴിയുള്ള പാത്രം എടുക്കുക. കുഴിയുള്ള പാത്രം എടുക്കുക. അതിങ്ങനെ ഇങ്ങനെ 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 കഴുകുക. ഇങ്ങനെ സോപ്പ് ഇട്ട് കഴുകുകയാണ്. നമുക്ക് കുറച്ച് സോപ്പ് കൂടുതൽ ഇടാം. അതാകുമ്പോൾ ചേച്ചിക്ക് നാളെ എക്സാം നല്ല രീതിയിൽ എഴുതാൻ കഴിയും. ഞാൻ വീഡിയോ പിടിക്കുന്നത് ആലോചിക്കുക. ഓ ഗായ്സ്, ചേച്ചിയാ വീഡിയോ പിടിക്കാനല്ല പറഞ്ഞത്. ചേച്ചി ഇല്ലാതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ഓ ഗായ്സ്, എനിക്കിതിപ്പോൾ എങ്ങനെ എക്സ്പോർട്ട് ആയതിന് ഡ്രസ്സിലൊന്നും അങ്ങനെ വെള്ളം വീഴാറില്ല. എന്താ ചേച്ചി വേണ്ട? ചായ. എനിക്ക് 2 മക്കളാണ്. അതിൽ മൂത്തവൾ ഭയങ്കര അടവുള്ളവളാണ്, അടപിടിച്ചവരാണ്. അവളിപ്പോൾ ഇളയവളെ ബൈക്ക് എടുത്തിരിക്കുകയാണ്. അതായത് 24 മണിക്കൂർ ഞാൻ ചെയ്യുന്ന പരിപാടി ചെയ്യാമെന്ന് ചോദിച്ചാൽ അവൾക്ക് ആവശ്യമായ പരിപാടിയൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ കട്ടൻ കാപ്പി തിളപ്പിക്കും, അതിനുശേഷം ചായ തിളപ്പിക്കും, അതിനുശേഷം അവൾ അലക്കാൻ ഇളക്കും. അങ്ങനെ 24 മണിക്കൂർ കൊണ്ട് അവളുടെ ആവശ്യമായ പണികളെല്ലാം ചെയ്തു തീർക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവം അവൾ അനിയത്തി, അത് പാവം ഒരു ഇതാണ്. അവളതുകൊണ്ട് എല്ലാം നേരാൻ നോർത്ത് അവളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. Os caras vão quebrar a policial no cacete. Coringa, tu sabe falar inglês? Tu sabe falar? Fala isso. I goes to the down cool. ഇതാണ് മോര്, ഇതാണ് പാല്. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. കുഞ്ഞോട്ടൻ. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ചായ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പൊങ്ങച്ചം പഴയുന്നതല്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൈല. തേയില ചൈല ചൈല ചൈല. ഇതാണ് ഇവിടെ ചായ ഉണ്ടാക്കല്. മതി തന്നെ കേൾക്കുന്ന നമ്മള്. എനിക്ക് ചായ ഇട്ടിട്ടൊന്നുമില്ല ഗൈസ്. ഞാൻ വെയിറ്റ് ഇരിക്കണം ചായക്ക് വേണ്ടി. എന്നിട്ട് തരാമോ? അമ്മ പറയണേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്നെ ഹങ്കായിട്ട് തോന്നത്തില്ല, നിന്നെ ആരും കെട്ടിയല്ലോ എന്ന്. ഐ ഡോണ്ട് കെയർ. ചേച്ചി അങ്ങനെ വീട്ടിലിരിക്കും. ഞാൻ ചായ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാനായിരിക്കും കിട്ടുന്നത്. നീ ചായ ഉണ്ടാക്കാനായിട്ട് എടുക്കണോ തോന്നുന്നു. എന്റെ ചായ കുടിച്ച ആൾക്കാര് ചായ അഡിക്റ്റ് ആവും. അതുപോലത്തെ രുചിയാണ്. അമ്മയോട് പിന്നീട് കുടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കൈസ് വെച്ചിട്ട് ചെറുതായിട്ട് എന്തുകൊടി ഇത് മത്തച്ചായോ? ഈ ചായ ഉണ്ടാകാണ്ട് കുഞ്ഞിന് നേരെ കെട്ടിപ്പോന്നാണ് പറഞ്ഞത്. എല്ലാരും ചായ കണ്ടോളൂ. എല്ലാം പൂർത്തിയിട്ടുണ്ട്. അത് കാണിക്കുന്നില്ല അടുക്കള. പറഞ്ഞ ചായയുടെ ഓവർലുക്കോ? അത് ശരി, ഓവർലുക്കായി പോയി. കൊറേ കട്ടൻ ചായ കട്ടനായി പോയി. ഞാൻ കറക്റ്റ് പാകത്തിലാണ് ഉണ്ടായത്. അതെ അതെ, എല്ലാം കൂടി മുറച്ചു. ആ വെള്ളത്തിൽ കൊണ്ട് വെച്ചിട്ട് അത് ഉണങ്ങി പിടിക്കും ചായ പാത്രം. ഇത് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ ഇത് കഴിഞ്ഞാൽ വേറെ ചായ ഇല്ല. കൃത്യ അളവിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഒരു തുള്ളി സാധനം ഇല്ല. കുറച്ച് തുള്ളി, ഒരു തുള്ളി ഗൈസ്, ഒരു തുള്ളി വെള്ളത്തിൽ കൊണ്ടിട്ട് ചായപാത്രം. യുവർ ചായ പഠിക്കുന്ന വശം കൊണ്ട് വെച്ചതാ. അയ്യാൻ പറ്റി, ഓൾറെഡി കിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ. ഇനി ഗൈസ് ഞാൻ കുളിച്ച് കഴിഞ്ഞ്
ബാക്കി ചേച്ചിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചേച്ചി ഇപ്പോൾ ഒക്കെ പറഞ്ഞു തന്നേക്കുന്നതിൽ ചായ മാത്രം നമ്മൾ ഉണ്ടാക്കി കൊടുത്തുള്ളൂ. ഇനി പറഞ്ഞേക്കുന്നത് അമ്മച്ചമ്മയുടെ മുറിയിൽ കുറേ ഉടുപ്പ് ഇങ്ങനെ കൂടിക്കിടപ്പുണ്ട്. തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെക്കാനാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം ഗൈസ്. ഇതൊക്കെ സിമ്പിളാണ്. Gold teeth sitting on a dash, she a rock star. മടക്കി വെച്ചു ഗൈസ്. ചേച്ചി ഞാൻ മടക്കി. ഇനി അതൊക്കെ അലമാര കൊണ്ടുവച്ചാൽ മതി. മടുത്തോ? ഗൈസ് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് ചോദിക്കാം. ചേച്ചി അടുത്ത എന്താ ചെയ്യണ്ടേ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫണ്ണി മ്യൂസിക് വേണം. മറ്റേ ഇതില്ലേ പിന്നെ പണ്ടേ വീഡിയോ എഡിറ്റിംഗ് പവർ ആയതുകൊണ്ട് എനിക്ക് ഒരു മനച്ച മതി ഇതൊക്കെ എഡിറ്റ് ചെയ്ത് തരാൻ. ഗൈസ് അതിടണ്ടായി ഗൈസ്. ചേച്ചി അത് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി എന്ത് ചെയ്യണ്ടേ? പിന്നെ അത് എടുത്ത് വെച്ചില്ല, എന്നാലും സാരില്ല, ഞാൻ അത് കട്ട് ചെയ്യുന്നു. കാരണം ഒരു ബുക്കിന്റെ 10 പേജ് വായിച്ച് ഗൈസ് ഞാൻ എന്നും ബുക്ക് വായിക്കും. ബുക്ക് ഇതെടുക്കാം ഗൈസ്. ഞാൻ ഇത് വായിച്ചിട്ടില്ല. ഇത് എന്നാ സംഭവം ചെയ്യാറുണ്ട്. ഇതാണ് ബുക്ക് കേട്ടോ ഞാൻ എടുക്കുന്നത്. കൂടിപ്പോയാൽ 11 പേജ് വായിച്ചെങ്കിൽ ഉള്ളു. കാരണം 10 പേജൊക്കെ സ്ഥിരം വായിക്കുന്നതാണ്. ഒന്നാമത്തെ പേജ് ബുക്ക് ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 9ാമത്തെ പേജ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ ബുക്ക്. ഞാൻ മറന്നു പോയി. പക്ഷേ ചേച്ചിയാണ് വായിച്ചത്. ആക്കറിയാം. ഈ ബുക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. സോ നമുക്ക് ഈ ബുക്ക് സ്വിച്ച് ചെയ്തിട്ട് വേറെ ബുക്ക് എടുക്കാം ഗൈസ്. വായിച്ചതിൻ്റെ ബാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഐഡിയെങ്കിലും കാണും. ഇത് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് എനിക്ക് ഒരു കുന്തം മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തായാലും ഇവിടെ ബുക്ക് ഈ ബുക്ക് ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ട് ഞാൻ മേടിച്ചാണ്. എനിക്ക് ഈ ബുക്ക് ഒന്ന് വായിക്കണമെന്നുണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ ബുക്ക്. ഫേമസ് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ എപ്പോഴും കാണാറുണ്ട് ഈ ബുക്കിനെ പറ്റി എപ്പോഴും പറയണേ. സോ ഞാൻ ഓർത്തുന്ന പിന്നെ ഈ ബുക്ക് എനിക്ക് വാങ്ങണം തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ച ബുക്കാണിത്. ചേച്ചി 10 മിനിറ്റ് വായിച്ചേ. ഏത് ബുക്ക് വായിച്ചത്? ഹണ്ടിങ് ഓഫ് അട്ലർ. വേറൊരു ബുക്കും കേട്ടില്ല. വേറെ മറ്റേ ഞാൻ ഉദ്ദേശിച്ചത് നല്ല അറിവ് പകരുന്ന നല്ല നല്ല ബുക്ക് വായിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നീ പോയി ഹണ്ടിങ് ഓഫ് അട്ലർ വായിച്ചിട്ട് വന്നു. വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? ഇതാണ് ഇവിടെ പ്രശ്നം. ഇവർക്ക് വീഡിയോ പിടിക്കാതല്ല എന്നെ ശല്യപ്പെടുത്താനുള്ള ശരിക്കും ഉറപ്പുള്ള കാര്യ. കേട്ടോ ഒരു ചട്ട വിട്ട് ഗൈസ്. നമുക്ക് എന്നെ ശല്യപ്പെടുത്താനുള്ള മാത്രം ശല്യപ്പെട്ട വിട്ട് ഗൈസ്. പരിപാടി ചേച്ചി കാണിച്ചിട്ട് വിട്ടത്.
ഗൈസ് നമ്മൾ ഇങ്ങനെ വേണം ചേച്ചിനെ ട്രീറ്റ് ചെയ്യാൻ. ചേച്ചിമാർ നമ്മൾ മൂത്തവര് ഗൈസ് ചേച്ചീനെ മസാജ് ചെയ്ത് തുമ്മിത് കളഞ്ഞു മസാജ് ചെയ്ത ചേച്ചിനെ ഈ കുളത്തിലാക്കിയിട്ടുണ്ട്. പൊന്നു കുഞ്ഞൂട്ടാ. എന്റെ പൊന്നു കുഞ്ഞുട്ട, ചേച്ചിക്ക് സ്നേഹം വന്നിട്ട് എന്നെ പൊന്നു കുഞ്ഞുട്ടാന്ന് വരെ വിളിക്കുന്നു ഗൈസ്. അപ്പൊ ചേച്ചിയുടെ ഫ്രഞ്ച് പഠിത്തം നമുക്ക് നോക്കാം, നമുക്ക് വായിക്കാം. ഇതാണ് ഗൈസ് ജെഎംഎസ് ഉഞ്ചീൻ. ഗൈസ് ഇത് എന്തൊക്കെയാണ് ഗൈസ്? ഇത് എളുപ്പം, ഇത് ജീൻസ്, ഇത് ടോപ്പ്, ഇത് ഷർട്ട്. ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ലൈക്ക് ഇത് കണ്ടോ ഗൈസ്, പിമ്പിൾ കുരു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.